നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മറന്നു പോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത്. അതിനിടയിൽ കിട്ടുന്ന കുറച്ചു നിമിഷം സന്തോഷിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. ആഗ്രഹിച്ചതിന് വേണ്ടി പോരാടാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന് വേണ്ടി കരയരുത്. ഇവിടെ പണവും പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിയിട്ടും കരുതലില്ലാതെ നാശത്തിലേക്ക് വഴുതി വീണ നടൻ രഘുവരന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇന്ന് മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന നടന്മാർക്കും ലഹരി ഉപയോഗിക്കുന്ന ടെക്നീഷ്യന്മാർക്കും നടൻ രഘുവരന്റെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ നേരിടാൻ പോകുന്ന അവസ്ഥാവിശേഷങ്ങൾ വായിച്ചെടുക്കാവുന്നതാണ്. പണവും പേരും പ്രശസ്തിയും കിട്ടിയെന്ന് കരുതി എപ്പോഴും എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് ആപത്താണ്. ആ വിചാരം തെറ്റുമാണ്. മലയാളത്തിലെ 3 പ്രധാന നടന്മാരും 5 സംവിധായകരും എഴുത്തുകാരും ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണെന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കെണിയിൽ നിങ്ങൾ വീണാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ എന്നും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നോർക്കുക. ഇവരിൽ പലർക്കും ലഹരി ഇല്ലാതെ സംവിധാനം വരില്ല, എഴുത്ത് വരില്ല, അഭിനയം വരില്ല എന്നുള്ള അവസ്ഥയാണുള്ളത്. അതിന് ചികിത്സയാണ് വേണ്ടത്. സിനിമാ ലൊക്കേഷനുകളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും രഹസ്യ നിരീക്ഷണമുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ക്യാമറയുടെ മുൻപിൽ നിന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നായകനെ പിടിച്ചുകൊണ്ടുപോയേക്കാം. ആക്ഷൻ പറയുന്ന സംവിധായകനെതിരെ ആക്ഷൻ എടുത്ത് അയാളെയും തൂക്കിയെടുത്തേക്കാം. കാണാൻ പോകുന്ന നാടകങ്ങളെ കുറിച്ച് മാത്രമല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞ ജീവിത നാടകങ്ങളുടെ ഒരു നേർക്കാഴ്ചയിലേക്കാണ് കടക്കുന്നത്. രഘുവരൻ എന്ന നടന്റെ അഭിനയ സിദ്ധിയെപ്പറ്റി അറിയാത്ത ഒരാളും ഈ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാവില്ല. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിറങ്ങിയ രഘുവരന് അഭിനയം ഒരു തപസ്യയായിരുന്നു. അതിനുള്ള അവസരങ്ങൾ അന്വേഷിച്ച ആരംഭകാലത്ത് ധാരാളം കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. 6 അടി 1 ഇഞ്ച് പൊക്കമുള്ള തനിക്ക് നായികയെ എവിടെ നിന്ന് കിട്ടാനാണോ എന്ന് കളിയാക്കിയവർ വരെയുണ്ട്. കോയമ്പത്തൂരിൽ ജനിച്ചു വളർന്ന് പഠിച്ച പാലക്കാട്ട് കൊല്ലങ്കോട്ടുകാരനായ വേലായുധൻ നായരുടെ മകനാണ് രഘുവരൻ. പണമുണ്ടാക്കാൻ വേണ്ടിയല്ല, അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ ഈ രംഗത്തേക്ക് നയിച്ചത്. അതിനുദാഹരണമായി ആൾക്കൂട്ടത്തിൽ ഒരാളായി പോലും ആരംഭകാലത്ത് താൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത എം മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിൽ അൽഫോൺസ് അച്ഛൻ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയത് രഘുവരനായിരുന്നു. മാഹിയിലെ ഫ്രഞ്ച് സദസ്സുകളിൽ മായാജാലം കാട്ടി അത്ഭുതം സൃഷ്ടിച്ച അൽഫോൺസ് അച്ഛന്റെ ദുരന്ത കഥയാണ് ദൈവത്തിന്റെ വികൃതികൾ. മലയാളികളുടെ മനസ്സിൽ നൊമ്പരവും വല്ലാത്തൊരു അനുഭൂതിയും സൃഷ്ടിക്കുന്ന, എത്ര കേട്ടാലും മതിവരാത്ത ഒരു പാട്ടാണല്ലോ മലയാളത്തിന്റെ മഹാകവി മധുസൂദനൻ നായരുടെ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു, എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂട് തന്നു, ആത്മശിഖരത്തിലൊരു കൂട് തന്നു. മലയാള സിനിമയിലേക്ക് വേറിട്ടൊരു മുഖം നൽകി ജനപ്രീതി നേടിയെടുത്തതാണ് ഈ കവിത. മലയാളികൾക്ക് രഘുവരൻ എന്ന നടനെ തിരിച്ചറിയാൻ ഈ ഒരൊറ്റ ചിത്രം തന്നെ ധാരാളം. എന്നാൽ കക്ക എന്ന ചിത്രത്തിൽ രോഹിണിയുടെ ജോഡിയായി അഭിനയിച്ച രഘുവരൻ അന്നേ വളരെ ശ്രദ്ധ നേടിയിരുന്നു. ആ ചിത്രത്തിൽ പ്രശസ്തമായ ഒരു പാട്ടുണ്ടല്ലോ, മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ എന്ന് തുടങ്ങുന്നത്. ഈ പാട്ടിനകത്ത് ഒരു കഥയുണ്ട്. ഈ പാട്ടിനെ കുറിച്ച് എനിക്കും ഒരു കഥ പറയാനുണ്ട്. കക്കയുടെ റിലീസ് കഴിഞ്ഞ ഉടൻ എനിക്കൊരു അമേരിക്കൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒപ്പം കൂടെ ഉണ്ടായിരുന്നത് നടി രോഹിണിയും അന്നത്തെ ഹോട്ട് കേക്ക് ആയിരുന്ന ബേബി ശാലിനിയും. താര ആർട്സ് വിജയേട്ടനായിരുന്നു അതിന്റെ സ്പോൺസർ. ന്യൂയോർക്ക് ഉൾപ്പെടെ നിരവധി സ്റ്റേറ്റുകളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്റെ ഒറ്റയ്ക്കുള്ള മിമിക്രി ഐറ്റം എല്ലാം കൂടി ഒരു 3/4 മണിക്കൂറോളം വരും. ബേബി ശാലിനിക്ക് ഒരു പാട്ടും ഒരു ഡാൻസും ഒക്കെ ആയിട്ട് മാക്സിമം 10 മിനിറ്റ്, രോഹിണിയും 2 ഡാൻസ് ഒരു 10 മിനിറ്റോളം വരും. എല്ലാം ചേർന്ന് 1 മണിക്കൂർ ചില്ലുവാനും. സ്പോൺസറായ
വിജയേട്ടൻ പറയുന്നു പ്രോഗ്രാം മിനിമം 2 മണിക്കൂറെങ്കിലും വേണമെന്ന്. കാരണം ടിക്കറ്റ് വെച്ചുള്ള പരിപാടിയാണ്. ടിക്കറ്റ് എല്ലാം വിറ്റുപോവുകയും ചെയ്തു. 2 മണിക്കൂർ ദൈർഘ്യമില്ലെങ്കിൽ അത് വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്ന് വിജയേട്ടൻ പറയുന്നു. ഉത്തരവാദിത്തം എന്റെ തലയിലായി. ഞാൻ പല പരിപാടികളും മാക്സിമം വലിച്ചു നീട്ടി. അതിൽ പുതുതായി ഒരു ഐറ്റം കൂടി ചേർത്തു. അത് കക്കയിലെ മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ എന്ന ഗാനത്തിന്റെ നൃത്താവിഷ്കാരമായിരുന്നു. രോഹിണിയുടെ നൃത്തം തുടങ്ങുന്നതിന് മുമ്പ് ആ പാട്ടിന്റെ കഥ ഞാൻ ഒരു കഥാപ്രസംഗം പോലെ അവതരിപ്പിക്കും. അമ്പലപ്പുഴയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ ഒരിക്കൽ പമ്പയാറ്റിൽ കുളിക്കാൻ ചെല്ലുന്നു. അവിടെ വെച്ച് ഒരു ഇടയ ചെക്കനെ കണ്ടുമുട്ടുന്നു. കണ്ടാൽ കറുമ്പനാണെങ്കിലും കണ്ണനെ പോലെ സുന്ദരനാണ്. അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. അവരുടെ പ്രണയവാർത്ത രാജാവിന്റെ കാതിലും എത്തുന്നു. കോപാകുലനായ രാജാവ് കൽപ്പിക്കുന്നു അവന്റെ കൈയും കാലും കെട്ടി കായലിൽ താഴ്ത്താൻ. അങ്ങനെ രാജകൽപ്പന പോലെ അവനെ കൈയും കാലും ബന്ധിച്ച് കായലിൽ താഴ്ത്തുന്നു. ഈ വാർത്ത അറിഞ്ഞ രാജകുമാരി 8 ദിക്കും മുഴങ്ങുമാർ അലറിക്കൊണ്ട് കായലിലെ ചുഴിയിൽ ചാടി മരിക്കുന്നു. അന്ന് നിലാവുള്ള രാത്രിയിൽ 2 പാറകൾ ആ കായലിൽ ഉയർന്നു വന്നു. അതിലൊന്ന് മണവാളൻ പാറയും മറ്റേത് മണവാട്ടിപ്പാറയും. ഈ കഥയിൽ കുറച്ച് പൊടിപ്പും തൊങ്കലും ഒക്കെ വെച്ച് ഞാൻ അവതരിപ്പിച്ച ശേഷം ഈ പാട്ടിന്റെ മനോഹരമായ നൃത്താവിഷ്കാരം ആ സിനിമയിൽ ഈ ഗാനരംഗത്തിൽ അഭിനയിച്ച രോഹിണി നിങ്ങളുടെ മുമ്പിൽ നൃത്ത രൂപത്തിൽ അത് കാഴ്ചവെക്കുന്നു. അങ്ങനെ രോഹിണിയുടെ നൃത്താവിഷ്കാരവും ഹിറ്റ്, ഞാൻ പറഞ്ഞ കഥയും ഹിറ്റ്, നീണ്ട കരഘോഷവും കിട്ടി. പ്രോഗ്രാം 2 മണിക്കൂർ നീണ്ടും കിട്ടി. ഇനി നമുക്ക് രഘുവരനിലേക്ക് തന്നെ തിരിച്ചു വരാം. അഭിനയം പഠിച്ചിറങ്ങി അവസരങ്ങൾക്ക് വേണ്ടി അലഞ്ഞപ്പോൾ അത് കിട്ടുക എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ രഘുവരന് ചെന്നൈ കിങ്സ് എന്ന നാടക കമ്പനിയിൽ അഭിനയിക്കാനുള്ള അവസരം എളുപ്പം ലഭിച്ചു. ആ നാടക കമ്പനിയിൽ അന്ന് തമിഴിലെ പ്രശസ്ത നടൻ നാസറും അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 3-4 വർഷത്തോളം രഘുവരൻ ആ നാടക കമ്പനിയിലെ അഭിനേതാവായിരുന്നു. നാടകത്തിൽ നിന്നും സിനിമയിലേക്കുള്ള എൻട്രി കുറച്ചുകൂടി എളുപ്പമായിരുന്നു. തമിഴ് ചിത്രങ്ങളിൽ മോശമല്ലാത്ത ചെറിയ വേഷങ്ങൾ കിട്ടിത്തുടങ്ങി. പല കുടുംബ ചിത്രങ്ങളിലും രഘുവരൻ പ്രത്യക്ഷപ്പെട്ടു. വിഷു സംവിധാനം ചെയ്ത സംസാരം അത് മിൻസാരം എന്ന തമിഴ് ചിത്രത്തിൽ രഘുവരന്റെ അഭിനയം വളരെ ശ്രദ്ധ നേടുകയും ആ ചിത്രം ഹിറ്റാവുകയും ചെയ്തു. തുടർന്ന് കുറച്ചു ചിത്രങ്ങളിൽ നായകനായും അല്ലാതെയുമൊക്കെ അഭിനയിച്ചു. എന്നാൽ രഘുവരൻ കൂടുതൽ തിളങ്ങിയത് വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ്. രഘുവരന്റെ ആകാര ഭംഗിയും അഭിനയ മികവും ശബ്ദ ഗാംഭീര്യവുമൊക്കെ വില്ലൻ വേഷങ്ങൾക്ക് വേറിട്ടൊരു മുഖം തന്നെ സമ്മാനിച്ചു. തടിയില്ലാത്ത ഉയരമുള്ള മുഖത്ത് മീശയും മറുകുമില്ലാത്ത വില്ലൻ. എന്നാൽ മലയാളികളുടെ ഇടയിൽ വില്ലൻ വേഷങ്ങളിൽ കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത് മുതൽവൻ എന്ന ചിത്രത്തിലെ മുഖ്യമന്ത്രി കഥാപാത്രവും രജനീകാന്ത് ചിത്രമായ ഭാഷ എന്ന ചിത്രത്തിലെ മാർക്ക് ആന്റണി എന്ന വില്ലനുമാണ്. രജനീകാന്തിന് രഘുവരനോട് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു. രജനി തന്റെ പല ചിത്രങ്ങളിലും രഘുവരനെ കൂടെ ഉൾക്കൊള്ളിച്ചു. വലിയ പ്രാധാന്യമുള്ള വേഷങ്ങളും നൽകി. എന്നാൽ കമലഹാസൻ ചിത്രങ്ങളിൽ നിന്നും രഘുവരനെ പലപ്പോഴും അകറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് ചില മീഡിയയിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് അഭിനയ മത്സരത്തിൽ തന്നെ ഓവർടേക്ക് ചെയ്യുമോ എന്ന സംശയമാണെന്നാണ്. അഭിനയത്തിൽ മാത്രമല്ല മ്യൂസിക്കിലും അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നു. രഘുവരൻ നല്ലൊരു ഗിറ്റാറിസ്റ്റ് കൂടിയായിരുന്നു. ഫിലോസഫിയെയും ഏകാന്തതയെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രഘുവരൻ മെല്ലെ മെല്ലെ ലഹരിക്കടിമയാകാൻ തുടങ്ങി. 1996 രഘുവരന്റെ രോഹിണിയുമായുള്ള വിവാഹം. ഏതാണ്ട് 8 വർഷത്തോളം നീണ്ടുനിന്ന ആ ദാമ്പത്യം വേർപിരിയാനുള്ള പ്രധാന കാരണം ലഹരി തന്നെയായിരുന്നു. ഇതിനിടയിൽ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. മകന്റെ പേരാണ് ഋഷിവരൻ. അവസാന നാളുകളിൽ അഭിനയിച്ച യാരടി നീ മോഹിനി എന്ന ചിത്രത്തിൽ ധനുഷിന്റെ പിതാവായി വന്ന് അതിഗംഭീര അഭിനയം കാഴ്ചവെച്ച് കയ്യടി നേടി. രോഹിണി പറയുന്നു മരിക്കുന്നതിന് 10 ദിവസം മുമ്പ് മകനെ കാണാൻ വന്നിരുന്നു എന്ന്. തിരിച്ചു പോകാൻ നേരത്ത് രോഹിണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, യു ആർ ആൾസോ മൈ ചൈൽഡ്. രഘുവരൻ ആശുപത്രിയിൽ മരണവുമായി മല്ലിടുമ്പോൾ ആ വിവരമൊന്നും രോഹിണി അറിഞ്ഞിരുന്നില്ല. രോഹിണിയോട് പറഞ്ഞിരുന്നത് താൻ ഹൈദരാബാദിലാണെന്നാണ്. ആശുപത്രിക്കാരോട് രഘുവരൻ പറഞ്ഞിരുന്നു താൻ ആശുപത്രിയിലാണെന്നുള്ള വിവരം തൽക്കാലം രോഹിണിയെ അറിയിക്കണ്ട എന്ന്. 2008 മാർച്ച് 19 അദ്ദേഹം
വിട പറഞ്ഞത്. മരണകാരണം കാർഡിയാക് അറസ്റ്റ് ആണെങ്കിലും അതിലേക്ക് നയിച്ചത് കടുത്ത ഡയബറ്റിക് പേഷ്യന്റായ രഘുവരന്റെ അമിതമായ ലഹരി ഉപയോഗം തന്നെയാണ്. രഘുവരൻ അഭിനയിച്ച് പൂർത്തിയാക്കാത്ത ഒരു ചിത്രമുണ്ടായിരുന്നു, വിക്രം നായകനായ കന്ദസ്വാമി എന്ന ചിത്രം. അതിലെ സീനുകളെല്ലാം ആഷിക് വിദ്യാർത്ഥി എന്ന നടനെ വെച്ച് റീഷൂട്ട് ചെയ്തു. രഘുവരന്റെ മകൻ ഋഷിവരൻ ഇന്ന് മെഡിക്കൽ ഫീൽഡിലാണ്. സിനിമാ രംഗത്തേക്ക് വരാൻ യാതൊരു താല്പര്യവുമില്ല. രഘുവരൻ മരിക്കുമ്പോൾ വെറും 49 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എത്രയോ കാലം, എത്രയോ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകേണ്ടിയിരുന്ന ആ മഹാപ്രതിഭ നമുക്ക് നഷ്ടപ്പെടുവാനുള്ള കാരണം എന്താണെന്ന് മലയാള സിനിമയിലെ ലഹരിക്കൂട്ടങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്. ഇനിയും ശ്വസിക്കാമെന്ന വ്യാമോഹത്താൽ അവസാനമായി എടുത്ത ശ്വാസം വായിലേക്ക് ഒതുക്കുമ്പോൾ ജീവിതം നിസ്സഹായമായി പോകുന്ന നിമിഷമാണത്. ഒരു നിമിഷത്തെ ഞെട്ടൽ, ഒരു മണിക്കൂറത്തെ ആശങ്ക, ഒരു ദിവസത്തെ ദുഃഖം, ഒരു വർഷത്തെ ആചാരം, ഒടുവിൽ മറവിയിലേക്കുള്ള മടക്കം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.